ഹായ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിസം ആണ്. മാഗ്നറ്റ്, an object which is capable of producing magnetic fields and attracting unlike poles and repelling like poles are known as magnet. Okay, നമുക്കറിയാം മാഗ്നറ്റ് എന്താന്നുള്ളത്. ഒരു ഒബ്ജക്ട് which is capable of producing magnetic field അല്ലെ? Basic properties of magnet. When a magnet is dipping in iron fillings, we can observe that the iron fillings cling to the end of the magnet as attraction is maximum at the end of the magnets. These ends are known as poles of the magnet. ഒരു മാഗ്നറ്റ് നമുക്കിതൊക്കെ അറിയാവുന്ന പോർഷൻസ് ആണ്. ഒരു മാഗ്നറ്റ് പോൾസ് ഉണ്ട്. മാഗ്നറ്റിന്റെ രണ്ട് എൻഡിലും പോൾസ് എന്ന് പറയും അല്ലെ? ഒരെണ്ണം നോർത്ത് പോളും ഒരെണ്ണം സൗത്ത് പോളും. അപ്പൊ ഈ എൻസിലായിരിക്കും അട്രാക്ഷൻ കൂടുതൽ ഉണ്ടാവുക അല്ലെ? മാഗ്നറ്റിക് പോൾസ് ഓൾവേസ് എക്സിസ്റ്റ് ഇൻ പെയർസ് അല്ലെ? നോർത്ത് സൗത്ത് പെയർസ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. Whenever magnet is suspended freely in mid-air, it always points towards the north-south direction. Pole point towards the geographic north is known as North Pole, and the pole pointing towards geographic south is known as South Pole. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പോൾസ് ഓക്കെ സെയിം കാര്യം തന്നെ. The two poles are of equal strength and is represented by M. Pole strength ആണ് അപ്പൊ M. Okay. Equal strength ആയിരിക്കും രണ്ട് M വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. The distance between the poles. The distance between the poles is the magnetic length. അത് 2L ആണ്. Okay. The like poles repel, unlike poles attract. The magnetic force between the two magnets is greater when the distance between these magnets is less. ഈ മാഗ്നറ്റിക് ലെങ്ത് കുറയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതലാവുന്നത്. അതായത് മാഗ്നറ്റിക് ലെങ്ത് മീൻസ് രണ്ട് മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ ആ രണ്ട് മാഗ്നറ്റ്, അതായത് ഇതൊരു മാഗ്നറ്റ് അതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് M1 ആണ്, ഇതൊരു മാഗ്നറ്റ് അതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് M2 ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് T ആണ്. അപ്പൊ ഈ T കുറയുന്നത് അനുസരിച്ച് മാഗ്നറ്റിക് ഫോഴ്സ് ഓക്കെ മാഗ്നറ്റിക് ഫോഴ്സ് F അത് കൂടത്തുള്ളൂ. ഓക്കെ. There are two types of magnets, natural magnet, artificial magnet. Again, artificial magnet is classified into permanent magnet and temporary magnet. നമുക്ക് ഓരോന്ന് എന്താന്ന് നോക്കാം. Natural magnets, these are magnets that can be found in nature. Okay, they come in a variety of irregular and unusual shapes. ഇപ്പൊ നേച്ചറില് ഡയറക്റ്റ് ആയിട്ട് കാണുന്നതാണ് നാച്ചുറൽ മാഗ്നറ്റ്സ്. അപ്പൊ അതിന് ഇറഗുലറും അൺയൂഷ്വൽ ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല, ഇറഗുലർ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതിന്റെ രണ്ട് എക്സാമ്പിൾ ആണ് ലോഡ് സ്റ്റോൺ അല്ലെങ്കിൽ ലീഡിങ് സ്റ്റോൺ എന്ന് പറയും. ഓക്കെ. സെക്കൻഡ് മാഗ്നറ്റൈറ്റ്, അത് ഒരു ബ്ലാക്ക് അയൺ ഓക്സൈഡ് ആണ്, അതായത് മിനറൽ ആണ് അയണിന്റെ. ഓക്കെ, Fe3O4 എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ മാഗ്നറ്റ്സ് have weak magnetic strength, necessitating the use of artificial magnets. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന മാഗ്നറ്റ്സിന് മാഗ്നറ്റിക് സ്ട്രെങ്ത് കുറവായത് കൊണ്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നത്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, an artificial magnet is a magnetized piece of iron made artificially. Iron or other magnetic material. Okay. അയൺ അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ ആർട്ടിഫിഷ്യലി നമ്മൾ അതിനെ മാഗ്നറ്റൈസ് ചെയ്തെടുക്കുമ്പോഴാണ് അതൊരു ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആവുന്നത്. ഓക്കെ. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഗിവൺ ഡിസയർഡ് ഷേപ്പ് ആൻഡ് മെയ്ഡ് വെരി സ്ട്രോങ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പലതരം മാഗ്നറ്റൈസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. ഒന്ന് സിംഗിൾ ടച്ച് മെത്തേഡ്, രണ്ട് ഡബിൾ ടച്ച് മെത്തേഡ്, ഹാമറിംഗ് മെത്തേഡ്, ഇലക്ട്രിക്കൽ മെത്തേഡ്. സിംഗിൾ ടച്ചും ഡബിൾ ടച്ചും, ഈ ടച്ച് മെത്തേഡിനെ നമ്മൾ സ്ട്രോക്കിംഗ് മെത്തേഡ് എന്നും പറയും. ഓക്കെ, ടച്ച് മെത്തേഡിനെ സ്ട്രോക്കിംഗ് അല്ലെങ്കിൽ ടച്ച് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് മെത്തേഡ്സ് നമ്മൾ പറയുന്ന പേരാണത്. സിംഗിൾ ടച്ച് എന്ന് പറഞ്ഞാൽ റബ്ബിംഗ് എ സിംഗിൾ മാഗ്നറ്റ് ബാർ on an iron bar. Okay. Double touch method എന്ന് പറഞ്ഞാൽ use two bar magnets to magnetize a iron bar.
Then hammering method എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a technique that uses a hammer to align the magnetic domains in a material. പക്ഷെ ഈ ഹാമർ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഡൊമൈൻസ് എല്ലാം അലൈൻ ആവുമെങ്കിൽ പോലും അത് ഡാമേജ് ആവും ആ മെറ്റീരിയൽ അല്ലേ. അതുകൊണ്ടാണ് ആ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യാറില്ല. Electrical method, creating an electromagnet by wrapping wire around a iron core and passing current through it. ഒരു അയൺ കോറിന് ഒരു അയൺ ബാർ എടുത്തെന്ന് വിചാരിക്കാം. അപ്പൊ ഈ അയൺ ബാറിൽ കൂടി നമ്മൾ കോപ്പറോ എന്തെങ്കിലും കണ്ടക്ടിങ് മെറ്റീരിയൽ റാപ്പ് ചെയ്തിട്ട് അതിന് കറണ്ട് കൊടുക്കുക. അപ്പോഴാണ് അത് ഇലക്ട്രോ മാഗ്നറ്റ് ആവുന്നത്. ഓക്കെ. Then fifth one is induction method, a process that uses a magnet to temporarily give a magnetic substance magnetic properties. നെയിൽ ആൻഡ് പെൻ മെത്തേഡ്, അതായത് നമ്മള് ഒരു നെയില്, ഓക്കെ, ഒരു ആണി, ഈ ആണിയില് നമ്മള് ഒരു മാഗ്നറ്റ് ഇങ്ങനെ വെച്ചിട്ട് മാഗ്നറ്റ് നമ്മൾ ചെയ്ത് വെക്കുമ്പോ ഈ ആണി ഒട്ടി നിൽക്കും അല്ലേ, മാഗ്നറ്റ് വന്നൂടെ. ഇനി നമ്മളൊരു പിന്ന് വെക്കുകയാണ്. ഒരു പിന്ന് വെക്കുമ്പോ എന്ത് സംഭവിക്കും? ഈ പിന്ന് ഇതിൽ ഒട്ടിപ്പിടിക്കും. ഈ മാഗ്നറ്റ് മാറ്റി കഴിഞ്ഞാല് ഇത് വിടുകയും ചെയ്യും. അപ്പൊ ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ കുഞ്ഞിനെ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ടെമ്പററി മാഗ്നറ്റ് ആൻഡ് പെർമനന്റ് മാഗ്നറ്റ്. അപ്പൊ അത് ഓരോന്നും എന്താന്ന് നോക്കാം. Permanent magnet. Permanent magnet materials are characterized by large value of permanent magnetization and coercivity. These materials produce significant magnetic flux even in the magnetic circuits with the air gaps. Permanent magnet എന്ന് പറഞ്ഞാൽ large value of magnetization ആണ് അതിനുള്ളത്. ആൻഡ് coercivity. Coercivity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ പോലും അതിനെ മാഗ്നറ്റൈസേഷൻ, അതായത് ഇപ്പൊ ജസ്റ്റ് മാഗ്നറ്റൈസ് ചെയ്ത് എടുത്തു കഴിഞ്ഞതിന് ശേഷവും അതിന് ആ മാഗ്നറ്റൈസേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് വെച്ചെന്ന് വിചാരിക്കും ആ മെറ്റീരിയൽ. അത് കഴിഞ്ഞ് ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പോലും അതിന് റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ. അതിനെയാണ് നമ്മൾ കോയർസിവിറ്റി എന്ന് പറയുന്നത്. It do not require any external force to maintain their magnetic property. Permanent magnet find application in loudspeaker, AC and DC motors, microphones, analog electric meters, transducers, data storage, etc. The most commonly available permanent magnet materials are steel, nickel, alnico, tungsten, ceramics, rare materials ആയ സമേറിയം, കൊബാൾട്ട്, നിയോഡിമിയം, അയൺ, ബോറോൺ. ഓക്കെ. അപ്പൊ ഈ അൽനിക്കോ ആണ് നമുക്ക് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ആ ഒരു അലോയ് ആണ്. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് പ്ലസ് അയണും ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് മേജർ. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് ആണ് മേജർ മെറ്റീരിയൽസ്. അപ്പൊ ഈ പെർമനന്റ് മാഗ്നറ്റ്സ് നമ്മൾ ആർട്ടിഫിഷ്യലി മേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ പല ഷേപ്പില് അത് ഫോം ചെയ്തെടുക്കാം. ഹോഴ്സ് ഷൂ മാഗ്നറ്റ്, യു ഷേപ്പ് മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്, സിലിണ്ടറിക്കൽ മാഗ്നറ്റ്, നീഡിൽ, സർക്കുലർ മാഗ്നറ്റ്, റിംഗ്, റോഡ്, ഓവൽ ഷേപ്പ്. ഓക്കെ. ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നെക്സ്റ്റ് ഇസ് ടെമ്പററി മാഗ്നറ്റ്. Temporary magnets are made out of soft materials that retain their magnetism only when they are near a permanent magnet field or an electrical current. അപ്പൊ ടെമ്പററി മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ മാഗ്നറ്റിക് ഫീൽഡ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉണ്ടോ? ഇല്ല. Okay. In the presence of a magnetic field, they become magnetized. Okay. Paper clip, iron nails, and some other similar things are examples of temporary magnets. അല്ലെ? നേരത്തെ പറഞ്ഞ പോലെ ഇൻഡക്ഷൻ മെത്തേഡ്, നെയിൽ ആൻഡ് പിൻ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞ പോലെ. An electromagnet is another sort of transient magnet that only retains magnetism when an electric current is passed through it. അപ്പൊ ഈ ടെമ്പററി മാഗ്നറ്റിന് പറയുന്ന വേറെ പേരും കൂടിയാണ് ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒരു അയൺ പീസ് എടുത്ത് അതിലൊരു കറണ്ട് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊരു ഇലക്ട്രോമാഗ്നറ്റ് ആണ്. ഓക്കെ. Electromagnets are formed of coil wire with an iron core and are available in a wide range of strengths and polarity.
simple and complex objects such as doorbells, motor, ഇതെല്ലാം ഇലക്ട്രോമാഗ്നറ്റ്സ് യൂസ് ചെയ്യും. അല്ലേ? ഈ ഇലക്ട്രോമാഗ്നറ്റിന്റെ കാര്യങ്ങൾ പറയാം. ഇലക്ട്രോമാഗ്നറ്റ് the device consisting of a core of magnetic material surrounded by a coil through which an electric current is passed to magnetize the core. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കോറ് അതൊരു കോയിൽ ചുറ്റിട്ടുണ്ടാവും, അവിടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇലക്ട്രോമാഗ്നറ്റ് ഈസ് യൂസ്ഡ് wherever controllable magnets are required. കൺട്രോൾഡ് അല്ലെ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫീൽഡ് ഉള്ളിടത്താണ് നമുക്ക് ഇത് വേണ്ടത്. ആൻഡ് in contrivances in which the magnetic flux is to be varied, reversed, switched on and off. Magnetic fluxനെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലൊക്കെ റിക്വയർമെന്റ് അനുസരിച്ച്. ഇനി മെറ്റീരിയൽ ഓഫ് ഇലക്ട്രോമാഗ്നറ്റ് ഷുഡ് ഹാവ്. ഇലക്ട്രോമാഗ്നറ്റ്സിന്റെ മെറ്റീരിയലിന് എന്തൊക്കെ പ്രത്യേകതകൾ വേണം? ലോ റെസിസ്റ്റിവിറ്റി ആയിരിക്കണം, കറണ്ട് കണ്ടക്ട് ചെയ്യണം അല്ലെ, ഹൈ വാല്യൂ ഓഫ് സാച്ചുറേഷൻ ആയിരിക്കണം, അതായത് മാക്സിമം മാഗ്നറ്റൈസേഷൻ നടക്കണം. ദെൻ ലോ ഹിസ്റ്റീരിസ് ലോസ് ആയിരിക്കണം, മാഗ്നറ്റൈസേഷനിൽ വരുന്ന ഹിസ്റ്റീരിസ് ലോസ് കുറവായിരിക്കണം. കോഴ്സിവിറ്റി എന്തായിരിക്കണം? കുറവായിരിക്കണം അല്ലെ, അതായത് എടുത്തു കളയുമ്പോ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് മാറുമ്പോ തന്നെ അതിന്റെ ആ ഒരു പ്രോപ്പർട്ടി മാറും. അപ്പം ഇതിന് വേണ്ട കുറച്ച് എക്സാമ്പിൾസ് ആണ് പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ്, ആംപ്ലിഫയർ, മാഗ്നറ്റിക് സെപ്പറേഷൻ, മോട്ടോഴ്സ് ആൻഡ് ജനറേറ്റേഴ്സ്, MRI മെഷീൻസ്, കൺട്രോൾ സ്വിച്ചിങ് റിലേ, ട്രാൻസ്പോർട്ടേഷൻ, സ്പേസ് ക്രാഫ്റ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം, ഇൻഡക്ഷൻ ഹീറ്റിംഗ്, ഹാർഡ് ഡ്രൈവ്സ്. ഒട്ടുമിക്ക ഇതിന് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റ്സ് എന്ന് പറഞ്ഞൊരു ഇത് ആവശ്യമാണ് അല്ലെ. ഈ പെർമനന്റ് മാഗ്നറ്റും ഇലക്ട്രോമാഗ്നറ്റും തമ്മിലുള്ള കമ്പാരിസൺ. A bar magnet is a permanent magnet. Okay. An electromagnet is a temporary magnet. Its magnetism is only for the duration of current passing through it. So the magnetism of an electromagnet can be switched on or switched off as desired. The permanent magnet produces comparatively weak force of attraction. Electromagnet can produce very strong magnetic force. Okay. The strength of a permanent magnet cannot be changed. The strength of an electromagnet can be changed by changing the turns in its coil and by changing the current passing through it. Number of turns current മാറ്റിയിട്ട് നമുക്ക് ഇതിന്റെ മാഗ്നറ്റൈസേഷൻ മാറ്റാം. A permanent magnet cannot be readily demagnetized. An electromagnet is a temporary as it can readily be demagnetized by stopping the current through the solenoid. Okay. ഈ ഒരു നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റ് ഈ ഒരു ഫോമിനെ നമ്മൾ സോളിനോയിഡ് എന്നും പറയും കേട്ടോ. The north-south polarity of permanent magnet is fixed and cannot be changed. The polarity of electromagnet can be changed by changing the direction of current in its coil. Okay. The law of magnetism. എന്താണ് നോക്കാം. First law of magnetism എന്ന് പറയുന്നത് it states that like magnetic poles repel and unlike poles attract each other. നമുക്കറിയാം അതൊരു പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിന്റെ. സെക്കൻഡ് ലോ എന്നുള്ളത് കൂളംസ് ലോ. നമ്മൾ ഇലക്ട്രിക്കിൽ പഠിക്കുന്ന ചാർജിന്റെ കൂളംസ് ലോ പഠിക്കുന്ന പോലെ തന്നെയാണിത്. The force exerted by one pole on other pole is directly proportional to the product of the pole strength, inversely proportional to the square of the distance between them, and nature of medium surrounding the poles. ഓക്കെ, മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ചാർജിന്റെ ബേസിസിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി strength of the pole and it is inversely proportional to the square of the distance between them അല്ലെ. പിന്നെ നേച്ചർ ഓഫ് ദ മീഡിയ. അപ്പൊ നമുക്ക് ഈ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു m1/m2 r² എന്ന് കൊടുക്കാം. അപ്പൊ ഇതിനെ നമുക്ക് ഈ കെക്ക് നമുക്ക് പകരം കൊടുക്കാവുന്നതാണ് എന്താണ്, μ0/4π. അപ്പൊ μ0ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ μ0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമിയബിലിറ്റി നമ്മള് പെർമിറ്റിവിറ്റി പഠിച്ച പോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ അക്സെപ്റ്റൻസിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ,
അത് 4 pi × 10⁻⁷ ടെസ്ല മീറ്റർ പെർ ആംപ്. ഓക്കെ. മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഏതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് സറൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഈ ഒരു എഫക്റ്റ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഓയിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു സയന്റിസ്റ്റ് ആണ് ഇത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. എനി കറണ്ട് ക്യാരിങ് കണ്ടക്ടർ is always surrounded by a magnetic field. ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. The nature of magnetic field lines around a straight current conductor is concentric circles. Concentric ആയിട്ടുള്ള സർക്കിൾസ് ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ ഇതിനെ ഇങ്ങനെ കോൺസെൻട്രിക് ആയിട്ടായിരിക്കും ഫീൽഡ് ഉണ്ടാവുക. ആൻഡ് ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ട് ഫ്ലോയിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ പൊളാരിറ്റിയും ഡെൻസിറ്റിയും ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ. കറണ്ട് ഫ്ലോയിന്റെ എമൗണ്ടിനെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ പൊളാരിറ്റിയും അതിന്റെ ഒരു ഡയറക്ഷനും ഒക്കെ പറയുന്നത്. The greater the current through the conductor, the stronger is the magnetic field and vice versa. കറണ്ട് കൂടുതലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിരിക്കും. അതുപോലെ കറണ്ട് കുറവാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കുറവായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് നിയർ ദ കണ്ടക്ടർ ഇസ് സ്ട്രോങ്ങർ ആൻഡ് ബിക്കംസ് വീക്കർ ആസ് മൂവ് അവേ ഫ്രം ദി കണ്ടക്ടർ. ഇപ്പൊ കണ്ടക്ടറിൽ നിന്ന് ഡിസ്റ്റൻസ് വരുംതോറും മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇസ് ഐദർ ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഡയറക്ഷൻ ഓഫ് ദി കറണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ പറയാൻ പറ്റുള്ളൂ. അത് മേ ബി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്. അപ്പം ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഫൗണ്ട് ബൈ ദ ഫോളോയിങ് റൂൾസ്. അപ്പൊ കോമൺലി നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾസ് ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറയാം. ഓക്കെ. അപ്പം നമുക്ക് നോക്കാനുള്ളത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഓർ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, ക്രോക്ക് സ്ക്രൂ റൂൾ. ഓക്കെ. കോക്ക് സ്ക്രൂ റൂൾ, ദ എൻഡ് റൂൾ ഓർ ക്ലോക്ക് ഫേസ് റൂൾ. അപ്പൊ ഇതെല്ലാം റൈറ്റ് ഹാൻഡ് റൂൾ ആണെന്ന് ഓർക്കുക. റൈറ്റ് ഹാൻഡ് റൂൾ ആണ് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയുന്നത്. ഓക്കെ. ഓരോ റൂൾസ് നമുക്ക് എന്താ നോക്കാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഓർ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. രണ്ടും സെയിം തന്നെയാണ്. രണ്ടും ഡിഫൈൻ ചെയ്തിരിക്കുന്ന മെത്തേഡ് വ്യത്യാസമാണെന്നേ ഉള്ളൂ. അപ്പൊ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. Okay, it shows if we hold the current carrying conductor in our right hand so that the thumb stretches to the conductor while the fingers wrapped around it. Then the thumb shows the direction of current while the curly finger shows the direction of magnetic field. അപ്പോ കണ്ടക്ടർ എല്ലാം കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് ഈ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. കേളി ഫിംഗേഴ്സ്, ഈ വളഞ്ഞിരിക്കുന്ന ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഇപ്പൊ മേളിലോട്ടാണ് കറണ്ട്, ഈ ഒരു ഫിഗർ അനുസരിച്ച് മുകളിലോട്ടാണ് കറണ്ട് എങ്കിൽ ഏത് ഡയറക്ഷനിലാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ഇനി താഴോട്ടാണ് കറണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ. ഇനി ഗ്രിപ്പ് റൂൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. It is used for the determination of magnetic field orientation and direction. Same തന്നെ. If you hold the coil or a solenoid in the right hand so that the forefinger curl around the coil and solenoid, then the curly finger show the direction of current and the thumb represents the north pole of the coil. ഇതിന്റെ ഗ്രിപ്പ് റൂളിന്റെ വ്യത്യാസം എന്താണ്? നമ്മള് സോളിനോയിഡിന്റെ കേസിലാണ് ഗ്രിപ്പ് റൂൾ പറയുന്നത്. ഓക്കെ. സോളിനോയിഡിന്റെ കേസിലാണ് നമ്മൾ ഗ്രിപ്പ് റൂള് പറയുന്നത്. അപ്പൊ സോളിനോയിഡിന്റെ അറൗണ്ട് ആയിട്ട് നമ്മൾ ഈ കേളി ഫിംഗേഴ്സ് നമ്മൾ പിടിക്കുകയാണെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ അലോങ് ദി കോയിൽ എങ്ങനെയാണെന്നാണ് നമുക്ക് പറയുന്നത്. അപ്പം ഇവിടെ കേളി ഫിംഗർ ഏത് ഡയറക്ഷനിലോട്ടാണ് പിടിക്കുന്നത്? അങ്ങോട്ടാണ് കറണ്ട്. ഓക്കെ.
ഇനി തമ്പ് എങ്ങോട്ടാണോ അതാണ് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഫീൽഡ് എന്ന് പറഞ്ഞാൽ നോർത്ത് പോളിന്റെ ഡയറക്ഷൻ. നെക്സ്റ്റ് corkscrew rule. Corkscrew rule is also known as Wood's screw or Maxwell's corkscrew rule. It is based on the corkscrew, which is a tool used to open or remove the cork from the bottle. Okay. The direction of magnetic field can also be defined using the corkscrew rule, which states that if right-handed screw turns in a cork, അപ്പൊ റൈറ്റ് ഹാൻഡിലോട്ട് തിരിക്കുമ്പോഴാണ് അത് ടൈറ്റ് ചെയ്യണമെങ്കിൽ then the screw tip movement shows the direction of the current. അപ്പം സ്ക്രൂവിന്റെ ടിപ്പ് ഡയറക്ഷനിലോട്ടും ടിപ്പ് കറണ്ടിന്റെ ഡയറക്ഷനിലോട്ടും റൊട്ടേഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലോട്ടുമാണ്. ഓക്കെ, അപ്പം എന്താണ് താഴോട്ടാണ് കറണ്ട് എങ്കിൽ എങ്ങോട്ടാണ് ക്ലോക്ക് വൈസ് ആണ് എന്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പൊ നേരത്തെ പറഞ്ഞ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിലും അങ്ങനെയല്ലേ, താഴോട്ടാണ് കറണ്ടെങ്കിൽ ക്ലോക്ക് വൈസ്, മുകളിലോട്ടാണ് കറണ്ടെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്. അപ്പം മേളിലോട്ടാണ് നമ്മൾ തിരിക്കണമെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഇരിക്കുമ്പോഴേക്കും മേളത്തെ ഡയറക്ഷനിലേക്കായിരിക്കും കറണ്ട്. ഓക്കെ, അതാണ് ഈ കോക്ക് സ്ക്രൂ റൂൾ എന്ന് പറയുന്നത്. The end rule or clock face rule. The polarity of a solenoid. Okay, polarity of a solenoid can also be found using clock rule, also known as end rule of magnetism. When an observer looks at the facing end of the solenoid, if current flows in the direction, clockwise direction, the facing end of the solenoid coil behaves like south pole and the second end like the north pole. നമ്മളപ്പോ ഈ സോളിനോയിഡിൽ കൂടി ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്കിൽ നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന സൗത്ത് എൻഡിലും ഓപ്പോസിറ്റ് എൻഡ് നോർത്ത് എൻഡും ആണ്. ഇനി അതേപോലെ ആന്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അപ്പൊ ഓർക്കുക, ഒരു സോളിനോയിഡിലൂടെ സൗത്ത് ടു നോർത്ത് ആണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് ആണ് ഇത് മൂവ് ചെയ്യുന്നെങ്കിൽ നമ്മളിപ്പോ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോർത്ത് പോളും സെക്കൻഡ് എൻഡ് സൗത്ത് പോളും ആണ്. അതാണ് ഈ എൻഡ് റൂൾ അല്ലെങ്കിൽ ക്ലോക്ക് ഫേസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ്, ഇനി കുറച്ച് ടേംസുകളാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ്, ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് produced by a magnet are called magnetic flux and it is denoted as phi. Phi ആണ് magnetic flux എന്ന് പറയുന്നത്. അപ്പൊ amount of magnetic lines അല്ലെങ്കിൽ number of lines of forceനെയാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ വെബർ എന്ന് പറയുന്ന യൂണിറ്റിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. 1 വെബർ എന്ന് പറയുന്നത് 10⁸ മാക്സ്വെൽ ആണ്, അല്ലെങ്കിൽ 10⁸ ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ഈ വെബർ എന്ന് പറയുന്നത് SI യൂണിറ്റും ഈ മാക്സ്വെൽ എന്ന് പറയുന്നത് CGS യൂണിറ്റും ആണ് കേട്ടോ. ഓക്കെ, ദെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഏതൊരു ക്വാണ്ടിറ്റിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് പെർ ഏരിയ ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഫ്ലക്സ് പെർ ഏരിയ അല്ലെ, ഫ്ലക്സ് പെർ ഏരിയ, ഇതാണ് എന്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ B is equal to ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ അതിനെ നമുക്ക് ബീനെ നമുക്കറിയാം ഫ്ലക്സ് എന്ന് പറയുന്നത് വെബർ ആണ്, ഏരിയയുടെ ഇത് മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ വെബർ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ടെസ്ല T എന്ന് പറയും. ഓക്കെ, the magnetomotive force is the cause for producing flux in a magnetic circuit. നമ്മൾ ഇലക്ട്രിക്
സർക്യൂട്ടിനകത്ത് ഇപ്പോ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം EMF ആന്ന് പറയില്ലേ, അതുപോലെ ഇവിടെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണമാണ് MMF എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ ദി കറണ്ട് ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ. ഓക്കെ, മാഗ്നറ്റിക് സർക്യൂട്ടിലെ നമ്പർ ഓഫ് ടേൺസിനെയും പിന്നെ അതുപോലെ അതിന്റെ കറണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ MMF എന്ന് പറയുന്നത് N×I ആണ്. I എന്ന് പറയുമ്പോൾ ആംപിയറിലാണ്, N എന്ന് പറയുമ്പോൾ ടേൺസിലാണ്. അപ്പം ആംപിയർ ടേൺസ് ആണ് യൂണിറ്റ്. നെക്സ്റ്റ് റിലക്റ്റൻസ്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ റെസിസ്റ്റൻസിന് ഈക്വലന്റ് ആണ്. അതായത് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി. ഇപ്പൊ നമ്മള് കറണ്ട് സർക്യൂട്ടില് ഇലക്ട്രിക് സർക്യൂട്ടില് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ആണെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം റിലക്റ്റൻസ് എന്ന് പറയുന്നത് MMF ബൈ ഫ്ലക്സ്. ഓക്കെ, MMF ബൈ ഫ്ലക്സ് എന്ന് പറയാം. അതായത് S=NI/φ എന്നും പറയാം. ഓക്കെ, അല്ലെങ്കിൽ 1/μ×L/A. ഇപ്പൊ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് മെറ്റീരിയൽ, മ്യൂ എന്ന് പറയുന്ന പെർമിറ്റിവിറ്റി, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇലക്ട്രിക് സർക്യൂട്ടിലെ പെർമിറ്റിവിറ്റി എപ്സിലോൺ പറയുന്നതിന് ഈക്വലന്റ് ആണ് ഇവിടെ മാഗ്നറ്റിക് സർക്യൂട്ടിലെ പെർമിയബിലിറ്റി. ഓക്കെ, ഇനി പെർമിയൻസ്. നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിലെ കണ്ടക്ടൻസ് എന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ പെർമിയൻസ്. അതായത് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ് അല്ല, ഇവിടെ റിലക്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്, പെർമിയൻസ്. അപ്പൊ ഇവിടെ നമുക്ക് വെബർ പെർ ആംപിയർ ടേൺ എന്ന് പറയും. കഴിഞ്ഞ റിലക്റ്റൻസ് പറഞ്ഞ എന്താ, റിലക്റ്റൻസ് പറഞ്ഞ എന്താ, MMF പെർ ഫ്ലക്സ്, അതായത് ആംപിയർ ടേൺ പെർ വെബർ. അപ്പൊ ഇത് പെർമിയൻസ് പറയുമ്പോ നേരെ ഇതിന്റെ റെസിപ്രോക്കൽ. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് ആൻഡ് ഇസ് ഡിഫൈൻഡ് ബൈ MMF പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് പാത്ത്. അപ്പം ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് എത്ര കൊടുത്താൽ അവിടെ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. അപ്പൊ അതിനെ H ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. MMF NI, MMF പെർ ലെങ്ത്, അപ്പം NI പെർ ലെങ്ത്. അപ്പൊ ഇത് ആംപിയർ ടേണിലാണ് പെർ മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് പെർമിയബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു പെർമിറ്റിവിറ്റി. ഓക്കെ, ഇലക്ട്രിക് സർക്യൂട്ടിലെ പെർമിറ്റിവിറ്റി പോലെ തന്നെയാണ് ഇവിടുത്തെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് കണ്ടക്ടിവിറ്റി എന്തോരം ഉണ്ടെന്നുള്ളത്. അപ്പൊ അത് ഈക്വൽ ടു മ്യൂ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ടാവുക. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് ഈ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം മ്യൂ ഈക്വൽ ടു B/H അല്ലെ. അപ്പം ഇതിന്റെ യൂണിറ്റ് എന്ത് വരും, ഹെൻറി പെർ മീറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് അത് ഡിറൈവ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത്. ഓക്കെ, ഹെൻറി പെർ മീറ്റർ. അപ്പം ഇപ്പം ഫ്രീ സ്പേസിലാണെങ്കിൽ 4π×10⁻⁷ ഹെൻറി പെർ മീറ്റർ എന്ന് പറയും. ഓക്കെ, നമ്മൾ ε0 പറഞ്ഞ പോലെ ഫ്രീ സ്പേസിലെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് 4π×10⁻⁷ ഹെൻറി പെർ മീറ്റർ. ഓക്കെ, ഇനി റിലേറ്റീവ് പെർമിയബിലിറ്റി ഒരു മീഡിയത്തിലാണെങ്കിലുള്ളത്. ഓക്കെ, അപ്പൊ μ/μ0 എന്ന് പറയും. അതില് മ്യൂ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദി പെർമിയബിലിറ്റി ഓഫ് ദി മെറ്റീരിയൽ. μ0 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് എയർ ഓർ വാക്വം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 4π×10⁻⁷ ഹെൻറി പെർ മീറ്റർ. അപ്പൊ μr എന്ന് പറയുന്നത് ഇതിന്റെ റേഷ്യോ ആയിരിക്കും. അപ്പൊ ഇതിനെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയും. ഓക്കെ, ഇത് യൂണിറ്റ്ലെസ് ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി യൂണിറ്റ്ലെസ് ആണ്. PH കർവ് അല്ലെങ്കിൽ മാഗ്നറ്റൈസിംഗ് കർവ് എന്ന് പറയും. അതായത് പിക്കും എച്ചിനും വെച്ചിട്ട് നമ്മൾ കർവ് ഒരു പ്രാക്ടിക്കൽ റിവ്യൂസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ മാഗ്നറ്റൈസിംഗ് കർവ് യൂസ് ചെയ്താണ് ഡിസൈൻ ചെയ്യുന്നത് അതിന്റെ വാല്യൂസ്.
ഓക്കെ, അപ്പം അത് ഹിസ്റ്റീരിയസ് ലൂപ്പ് എന്ന് പറയും. അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് പറഞ്ഞു തരാം. ഇപ്പൊ ഈ ബി എച്ച് കർവ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ജസ്റ്റ് നോക്കാൻ ഈ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്കിതൊരു ഇങ്ങനെ ലീനിയർ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇപ്പൊ എയർ ആണെങ്കിൽ ഇത് 1 ആയിട്ട് കിട്ടും. ഓക്കെ, എയർ ആണെങ്കിൽ ഇത് 1 ആയിട്ട് കിട്ടും. ആൻഡ് ഈ പെർമിയബിലിറ്റിയും ഫീൽഡും തമ്മിലുള്ളത്, പെർമിയബിലിറ്റി കൂടുന്നതനുസരിച്ച് ഫീൽഡ് കൂടുന്നതനുസരിച്ച് പെർമിയബിലിറ്റി കൂടും. ഒരു പർട്ടിക്കുലർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഹിസ്റ്റീരിയസ് ലൂപ്പ് പഠിപ്പിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇനി അടുത്തൊരു ടേം ആണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അപ്പൊ അതില് ഐ എന്ന് പറയുന്നത് is equal to induced pole strength per area. Induced pole strength എന്ന് പറയുന്നത് M per area. അപ്പൊ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്നും പറയും. ഓക്കെ, then മാഗ്നറ്റിക് മൊമെന്റ് പെർ വോളിയം, അത് ക്യാപിറ്റൽ M by V. ഇങ്ങനെ നമുക്ക് പറയാം. ഇതൊരു ടേം ആണ്. ഓക്കെ, അതെന്താന്ന് പറഞ്ഞുതരാം. ലൂപ്പ് വരുമ്പോഴേക്കും ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് ആണ് സസെപ്റ്റബിലിറ്റി. അത് മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ്. ഓക്കെ, അപ്പം അതിനെ നമ്മൾ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി കൈ എന്ന് പറയും. അത് മാഗ്നറ്റൈസേഷൻ ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് M/H. അപ്പൊ മ്യൂ പെർമിയബിലിറ്റിയും സസെപ്റ്റബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ മ്യൂ is equal to 1 plus കൈ ആണ്. ഓക്കെ, magnetic materials. Depending on the properties of magnet can be classified into എന്തൊക്കെയാണ്? ഡയമagnet, paramagnet, ferromagnet, ferrimagnet, anti-ferromagnet. ഓക്കെ, ഓരോന്നും എന്താന്ന് നോക്കാം. Diamagnet, they do not have dipoles. The magnetic moment is 0 because of paired electrons. മെയിൻ ആയിട്ട് ഡയമagnet എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പൽ ചെയ്യും മെറ്റീരിയൽസ്. ഓക്കെ, അതായത് അട്രാക്ഷൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കില്ല. ഓക്കെ, അതിന്റെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. അതേപോലെ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നതും ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹൈ കോയേഴ്സിവിറ്റി ആയിരിക്കും, അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കില്ല. ഓക്കെ, കോയേഴ്സിവിറ്റി എന്ന് പറയുന്നത് ഫീൽഡ് ഇല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടോ, ഈ താഴെ കാണുന്ന ഈ ഫിഗർ ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ ഈ മെറ്റീരിയലിന്റെ മൊമെന്റം എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ഔട്ട് ആയി പോകും. ഓക്കെ, അപ്പം ഈ പ്രോപ്പർട്ടി കാണിക്കുന്ന എലമെന്റ്സ് എന്നൊക്കെ പറയുന്നതാണ് ബിസ്മത്ത്. അതാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് 0.99988. ഓക്കെ, ദെൻ ബാക്കിയുള്ളതെല്ലാം NaCl, ലെഡ്, ഗോൾഡ്, കോപ്പർ, ആന്റിമണി, ഫ്ലിന്റ്, ഗ്ലാസ്, ഹൈഡ്രജൻ, ഹീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, സൾഫർ, മെർക്കുറി, സിൽവർ, ആൽക്കഹോൾ, വാട്ടർ, എയർ. ഓക്കെ, ഈ ഡയാമാഗ്നറ്റിക് സ്പെസിമെൻ നമ്മളിങ്ങനെ വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്താലും എന്തായിരിക്കും? റിപ്പൽഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇതിന്റെ പുറത്ത് മാത്രമേ വരത്തുള്ളൂ. ഇതിന്റെ മെറ്റീരിയലിന്റെ അകത്ത് കൂടി ഫീൽഡ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി പാരാമാഗ്നറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അതായത് നമ്മൾ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു മാഗ്നറ്റിക് പെർമനന്റ് മാഗ്നറ്റ്സിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫീൽഡ് ഉണ്ടാവും. അതായത് ചില എലമെന്റ്സ്, ചില ഇത് ഡൈപോൾസ് മാത്രം, ഐ മീൻ മൊമെന്റ്സ് മാത്രം ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ തന്നെ പ്രവർത്തിക്കും. ഓക്കെ, അപ്പൊ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ഈ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് ഉണ്ടാവുന്നത്. അതിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ദെൻ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്, പക്ഷെ വളരെ ചെറുതാണ്. ഓക്കെ, അപ്പൊ ലോ കോയേഴ്സിവിറ്റി അതിന് കാണത്തുള്ളൂ. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് ആണ് പ്ലാറ്റിനം, അലൂമിനിയം, ഓക്സിജൻ, കോപ്പർ സൾഫേറ്റ്, ഫെറിക് ക്ലോറൈഡ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എല്ലാം പാരാമാഗ്നറ്റിക് മെറ്റൽസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനിയുള്ളത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, അതായത് കംപ്ലീറ്റ് ഫീൽഡും അട്രാക്ട് ചെയ്യും. അതായത് പെർമനന്റ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നത് ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്.
ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് മച്ച് ഗ്രേറ്റർ ദാൻ 1 ആണ്. അതേപോലെ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് മച്ച് ഗ്രേറ്റർ ദാൻ 1 ആണ്. അതേപോലെ മാഗ്നറ്റൈസേഷൻ ഇന്റൻസിറ്റിയും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എല്ലാം വളരെ വലിയ വാല്യൂസ് ആൻഡ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ കോഴ്സിവിറ്റിയും വളരെ കുറവായിരിക്കും. ഇത് സ്റ്റീൽ, അയൺ, കൊബാൾട്ട്, നിക്കൽ അലോയ്സ് ഒക്കെയാണ് ഏത് ഫെറോ മാഗ്നറ്റിസം കാണിക്കുന്നത്. പെർമനന്റ് മാഗ്നറ്റിന്റെ മെറ്റീരിയൽസ് ആണ് ഈ ഫെറോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു പ്രോപ്പർട്ടിയും കൂടി പറയുന്നത് ടെമ്പറേച്ചർ കൂട്ടുന്നതനുസരിച്ച് ഈ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഈ മെറ്റീരിയലിന് നഷ്ടപ്പെടും. ആൻഡ് ഇറ്റ് ബിക്കംസ് എ പാരാമാഗ്നറ്റിക്. അപ്പൊ അങ്ങനെ ഏത് ടെമ്പറേച്ചറിലാണോ ഈ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി മാറി പാരാമാഗ്നറ്റിക് ആകുന്നത്, ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ടേംസ് ഒക്കെ കേൾക്കുമ്പോൾ ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ ഫെറി മാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പൊ ഫെറോ മാഗ്നറ്റും ഫെറി മാഗ്നറ്റും ഇപ്പൊ ഇത് ഈ ഒരു ഫിഗർ കണ്ടത് ഡൈപോൾസ് ആണ് കാണിക്കുന്നത്. ഇതിന്റെ മാഗ്നറ്റിക് മൊമെന്റം ആണ് മെറ്റീരിയലിന്റെ കാണിക്കുന്നത്, അതായത് ഇലക്ട്രോൺസിന്റെ സ്പിൻ. അപ്പം ഫെറോ മാഗ്നറ്റിക് ആകുമ്പോൾ എല്ലാ ഇലക്ട്രോൺസും ഒരേ ഡയറക്ഷനിൽ സ്പിൻ ചെയ്യും. പാരാമാഗ്നറ്റിക് ആകുമ്പോൾ കണ്ടോ, ചില സാധനങ്ങൾ മാത്രമേ ഒരേ ഡയറക്ഷനിൽ സ്പിൻ ചെയ്യുള്ളൂ. അതാണ് പറഞ്ഞത് വളരെ ചെറിയൊരു വീക്ക് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടാവും എന്ന് പറയുന്നത്. ഇനി ഫെറി മാഗ്നറ്റിക് ആവുമ്പോഴേക്കും ഇതിങ്ങനെ ചില മാഗ്നറ്റിക് ഡൊമെയിൻ എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിലായിരിക്കും, ചിലത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഫെറി മാഗ്നറ്റിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് തമ്മിൽ ക്യാൻസൽ ഔട്ട് ആയി പോകാനുള്ള സാധ്യതയും ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ ഫെറൈറ്റ്സ് എന്നുള്ള ഒരു ഫെറൈറ്റ്സ് ആണ് ഇതിന്റെ മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. ആൻഡ് AC ഇൻഡക്ടേഴ്സിലും ട്രാൻസ്ഫോമർ കോഴ്സിലൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ ആന്റി ഫെറോ മാഗ്നറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെഗുലർ പാറ്റേണിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ സ്പിൻ ചെയ്യും. ഓക്കെ, ഫെറിമാഗ്നറ്റിക്കിൽ അത് ക്യാൻസൽ ഔട്ട് ആയി പോകുന്നു പറഞ്ഞു. ഇതിൽ അങ്ങനെ ക്യാൻസൽ ഔട്ട് ആവത്തില്ല. അതിന്റെ എക്സാമ്പിൾ ആണ് MNO എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയും ഈ ആന്റി ഫെറോമാഗ്നറ്റിക് എന്ന് പറയുന്ന മെറ്റീരിയലും ടെമ്പറേച്ചർ കൂട്ടി വരുമ്പോഴേക്കും പാരാമാഗ്നറ്റ് ആവും. ആ ഒരു ടെമ്പറേച്ചറിനെ നീൽ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, മാഗ്നറ്റിക് സർക്യൂട്ട്സ് നമുക്കറിയാം. മാഗ്നറ്റിക് ഫ്ലക്സ് ഉള്ള അതിന്റെ പാത്ത് ഫ്ലോ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് പാത്തിനെയാണ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. സിമ്പിൾ മാഗ്നറ്റിക് സർക്യൂട്ട്, കോമ്പോസിറ്റ് മാഗ്നറ്റിക് സർക്യൂട്ട്, അതേപോലെ പാരാമാഗ്നറ്റിക് സർക്യൂട്ട്. നമ്മൾ നേരത്തെ പഠിച്ച സിമ്പിൾ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ വരുന്ന എല്ലാ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. നേരത്തെ പറഞ്ഞ പാരാമീറ്റേഴ്സ് എല്ലാം സിമ്പിൾ മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്ന പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി കോമ്പോസിറ്റ് മാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ടിനാണ് ഈ കോമ്പോസിറ്റ് മാഗ്നറ്റിക് പറയുന്നത്. അപ്പൊ നമ്മള് സീരീസ് ആണെങ്കിൽ കറണ്ട് സർക്യൂട്ട് സീരീസ് ആണെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് ആഡ് ചെയ്യില്ലേ, അതുപോലെ ഇവിടെ റിലക്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പം ആ ഒരു പ്രോപ്പർട്ടീസ് കാണിച്ചിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് എന്നല്ല, ജസ്റ്റ് പറയാണ്. ദെൻ പാരലൽ മാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ട് പോലെ തന്നെ പാരലൽ ആകുമ്പോൾ എന്താ, കറണ്ട് ആഡ് ചെയ്യും. ഇവിടെ എന്ത് സംഭവിക്കും, ഫ്ലക്സ് ആഡ് ചെയ്യും. ഓക്കെ, ലീക്കേജ് ഫ്ലക്സ് നമുക്കറിയാം, നമുക്ക് വേണ്ട പാത്തിൽ കൂടി അല്ലാതെ യൂസ്ഫുൾ അല്ലാതെ പോകുന്ന ഫ്ലക്സിനെ എല്ലാം നമ്മൾ ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ടേംസ് മനസ്സിലാക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഇനി കമ്പാരിസൺ, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക് സർക്യൂട്ടും തമ്മിലുള്ള സിമിലാരിറ്റീസ്. ഇപ്പൊ ഫ്ലക്സ് ആണ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ എങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ടിൽ അത് കറണ്ട് ആണ്. MMF, EMF, റിലക്റ്റൻസ്, റെസിസ്റ്റൻസ്, ഫ്ലക്സ് ഡെൻസിറ്റി, കറണ്ട് ഡെൻസിറ്റി, MMF ഡ്രോപ്പ്, വോൾട്ടേജ് ഡ്രോപ്പ്, മാഗ്നറ്റിക് ഇന്റൻസിറ്റി, ഇലക്ട്രിക് ഇന്റൻസിറ്റി, പെർമിയൻസ്, കണ്ടക്ടൻസ്, പെർമിയബിലിറ്റി, കണ്ടക്ടിവിറ്റി. ഇത് മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം, ഇതിനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ.